മെറ്റീരിയലുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. കോട്ടൺ മെറ്റീരിയൽ നമുക്ക് എപ്പോഴും ഹിറ്റാണല്ലോ, എത്ര കൊണ്ടുവന്നാലും ഹിറ്റാണ്. എനിക്ക് എല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോ കാണിക്കാനൊക്കത്തില്ല, അതങ്ങനെ പാർട്ടായിട്ട് കാണിക്കുന്നത് കേട്ടോ. സൂപ്പർ കളറാണ്, ഫസ്റ്റ് കളർ തന്നെ നോക്കി. പ്രൈസൊക്കെ ഞാനത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പ്രൈസ് ആയതേ ഉള്ളൂ. പിള്ളേർ ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അടിപൊളിയാണ്. കോട്ടൺ ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ. പിന്നെ കോട്ടൺ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ വാഷിംഗ് ഒക്കെ ഒന്ന് കെയർ ചെയ്ത് ഉപയോഗിക്കുക. കോട്ടൺ ആണല്ലോ, കോട്ടൺ ഏതെടുത്താലും നമുക്കൊരു വാഷിംഗ് ഒക്കെ കെയർ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത കളർ കാണാം. അടുത്തത് വരുമ്പോൾ നല്ലൊരു കളറാട്ടോ, നല്ലൊരു എന്താ പറയുക, ഒരു ടിഷ്യൂ നല്ല എന്താ പറയുക ഇതിനെ ഞാൻ എന്താ പറയുക മെറ്റീരിയൽ പറയാം, ലിനൻ കോട്ടൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലത്തെ ഒരു ലിനനൊക്കെ നമുക്ക് എപ്പോഴും ഇഷ്ടമല്ലേ അല്ലേ. അതേപോലത്തെ ഒരു മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ഫീലാട്ടോ. അതാ നോക്കി മെറ്റീരിയൽ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല സ്റ്റിഫാഷൈനൊക്കെ വേണമെങ്കിൽ നിങ്ങളൊന്ന് വാഷ് ചെയ്യുമ്പോൾ ഒന്ന് മുക്കിയാലും കുറച്ചുകൂടെ നല്ല രസമായിരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. അടുത്തത് കാണാം. അടുത്ത കളർ കണ്ടോ, അടുത്തത് ഒരു എന്താ ഈ കളറിനെയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല, അതുപോലത്തെ കളേഴ്സാണ് വന്നേക്കുന്നത് കേട്ടോ. മനോഹരമായ കളറാണ്, ഒന്നും മിസ്സാക്കാനില്ല. 2 3 ഒക്കെ എടുത്തോ, ഡെയിലി യൂസുകാർക്കൊക്കെ അടിപൊളിയല്ലേ. അടുത്തതാണ്. കണ്ടപ്പോൾ ഇതായിട്ട് തോന്നുന്നു കേട്ടോ ഭംഗി. ഇത് ഒരു രസമുള്ള കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മുടെയൊക്കെ ഫേവറേറ്റ്, എല്ലാവർക്കും ഫേവറേറ്റ് അല്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടം, എനിക്ക് എല്ലാവരുടെയും ഇഷ്ടം അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതുപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്തതാണ്. അടുത്തത് കണ്ടോ, ഇതും ഒരു എന്താ പറയുക ലിനൻ ബേസ് ചെയ്ത് വരുന്ന എന്താ സോഫ്റ്റ് മെറ്റീരിയൽ. ഞാൻ ചുമ്മാ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അറിയാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്താ സ്റ്റൈലിഷ് ചെയ്തെടുക്കാം കേട്ടോ. അടിപൊളി ആയിട്ടാണ്. അടുത്തത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണേ, സ്റ്റൈലായിട്ടുള്ള ബ്ലാക്ക് വിത്ത് ബോട്ടം. എന്ത് ഭംഗിയായത്. അടുത്തത് കാണാം. അടുത്തതും വരുന്നത് ഒരു ബ്ലാക്ക് മിസ്സിങ് ആട്ടോ. എല്ലാം ബ്ലാക്കിൻ്റെ വേരിയേഷൻസ് കുറേ വരുന്നുണ്ട്. ബ്ലാക്ക് ഈ പ്രിൻ്റാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിൻ്റ് ചൂസ് ചെയ്യാം. നല്ലൊരു കോട്ടൺ, ജയ്പൂർ കോട്ടൺ ആണ്. അടുത്തത് കാണാം. അടുത്തത് ഒരു നല്ലൊരു ബ്ലാക്ക് കേട്ടോ. ഇതിൻ്റെ എന്തോ ഒരു നമ്മൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും. നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് വെയർ ചെയ്യാം. നല്ലൊരു എന്താ പറയുക ബ്ലാക്ക് മെറ്റലിൻ്റെ ഇയറിങ്സ് ആണ്, ബ്ലാക്ക് മെറ്റലിൻ്റെ ബ്ലാക്ക് മെറ്റൽ തന്നെയല്ലേ പിന്നെ അങ്ങനത്തെയൊക്കെ മാലയൊക്കെ വെയർ ചെയ്ത് കമ്മൽ വേണമെങ്കിൽ ഒരു ലോങ് കമ്മലൊക്കെ ചൂസ് ചെയ്യാമെങ്കിൽ ഒരു ട്രഡീഷണൽ ലുക്കിലൊക്കെ ഈ കോട്ടൺ പീസൊക്കെ ഇടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ട്രഡീഷണൽ ലുക്കല്ലേ രേഷ്മയെ തോന്നാറുള്ളത്. അങ്ങനെ ഒരു ലുക്കല്ലേ നമ്മൾ എപ്പോൾ കോട്ടൺ പീസ് ഇട്ടാലും. അപ്പോൾ ജയ്പൂർ കോട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ. അടുത്തതാണ്. കണ്ടോ, ജോർജറ്റിൻ്റെ ദുപ്പട്ട വരുന്ന, പ്യുവർ ജോർജറ്റിൻ്റെ ദുപ്പട്ട വരുന്ന എന്താ പറയുക കോട്ടൺ പീസാണ്. ബോട്ടം എന്താ ഇതിനകത്ത് തന്നെ ആടാണ് കേട്ടോ. അതാ നോക്കി, ഞാൻ ബോട്ടം കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ ബോട്ടം ആടാണ്, ഈ പ്രിൻറ്റിലാണ് ബോട്ടം വരുന്നത് കണ്ടോ, സെപ്പറേറ്റ് അല്ല. അപ്പം നല്ല വീതി നീളമുള്ള മെറ്റീരിയൽ, പല റേറ്റിലായിരിക്കും കേട്ടോ, പല റേറ്റിലായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതി, ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും. ഓരോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഡൈയിങ്ങിൻ്റെ ഒക്കെ ഇതും കൊണ്ടൊക്കെ റേറ്റിൽ ഇങ്ങനെ വേരിയേഷൻസ് വരും. അത് നോക്കി നിങ്ങൾ പർച്ചേസ് ചെയ്തോ. അടുത്ത കളർ കാണാം. ഒരു ഗ്രേ കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഗ്രേ. ലാസ്റ്റ് കളർ അല്ലേ അവന്, ലാസ്റ്റാണ്. അടിപൊളി പീസാണ്. ഇതിന് ഞാൻ പറഞ്ഞുകൊണ്ടൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ റിങ് ഒക്കെ കൊടുത്ത് മാല ഉപയോഗിച്ച് ഒക്കെ പോകാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കും. അപ്പോൾ ഇത് വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും പ്രൈസ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കും. നിങ്ങൾ സൈറ്റിനകത്ത് ഡിസ്ക്രിപ്ഷനും ഒക്കെ വായിച്ച് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. കോട്ടൺ പീസിന് പ്രത്യേകം നിങ്ങൾ കെയർ ചെയ്യണം. ഞാൻ എല്ലാ വീഡിയോസിലും ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാളിറ്റിയും അത് കെയർ ചെയ്യേണ്ട രീതിയും പറഞ്ഞു തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അത് മനസ്സിലാക്കുന്നവരും പർച്ചേസ് ചെയ്യാം കേട്ടോ. കാരണം ചിലർക്കൊക്കെ ഈ കോട്ടൺ പീസൊന്നും എന്താ അതിനെ കെയർ ചെയ്യേണ്ട രീതി അറിയത്തില്ല. ഞാൻ എപ്പോഴും പറയാണ്ട് സോപ്പ് പൊടിയിലൊന്നും ഇതൊന്നും മുക്കി വയ്ക്കല്ലേ, നിങ്ങളൊന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന പോലെയൊക്കെ നോക്കാതെ കുറേ കാലമൊക്കെ ഇരിക്കും ഇത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.